In this session, we are going to discuss about aminoglycosides. Aminoglycosides എല്ലാം bactericidal antibiotics ആണ്. That means they can kill bacteria. എയ്റോബിക് ഗ്രാം നെഗറ്റീവ് ബാസില്ലൈ വിഭാഗത്തിൽ വരുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനാണ് aminoglycoside ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. ഇതിന് ഈ പേര് വന്നതിനുള്ള കാരണം അതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൽ 2 അമിനോ ഷുഗേഴ്സാണ് ഉള്ളത്. അമിനോ ഗ്രൂപ്പുള്ള ഷുഗേഴ്സ്. ഈ 2 ഷുഗേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ഒരു അമിനോ സൈക്ലിറ്റോൾ മോളിക്യൂളാണ്. അമിനോ സൈക്ലിറ്റോൾ എന്നുള്ളത് അമിനോ ഗ്രൂപ്പുള്ള ഒരു ഹെക്സോസ് മോളിക്യൂളാണ്. aminoglycosides വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഇതിൽ വരുന്ന ഡ്രഗ്സിനെ സിസ്റ്റമിക് ആൻറ്റിബയോട്ടിക്സ് എന്നും ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റമിക് ഗ്രൂപ്പിൽ വരുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, കാണാമൈസിൻ, ടോബ്രാമൈസിൻ, പാരാമോമൈസിൻ, ജെൻറ്റാമിസിൻ, സിസോമിസിൻ, അമിക്കാസിൻ, നെറ്റിൽമിസിൻ. ഇനി ടോപ്പിക്കൽ വിഭാഗത്തിൽ വരുന്നത് നിയോമൈസിൻ ആൻഡ് ഫ്രാമൈസെറ്റിൻ. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സിസ്റ്റമിക് ആണെങ്കിൽ ബ്ലഡിൽ എത്തുകയും സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഡ്രഗ്സാണ്. ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ സ്കിൻ, ഐ, ഇയർ തുടങ്ങിയ ഏരിയാസിലുള്ള ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജൻസ് ആണ്. aminoglycosides അതിൻ്റെ പേര് കിട്ടിയിരിക്കുന്നത് സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെപ്റ്റോമൈസസ് ഗ്രിസിയസ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസസ് ഫ്രാഡിയ ഉണ്ടാക്കുന്നതാണ് നിയോമൈസിൻ. കാണമൈസിൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് കാണാമൈസറ്റിക്കസ് എന്നാണ്. ടോബ്രാമൈസിൻ സ്ട്രെപ്റ്റോമൈസസ് ടെനിബ്രേറിയസിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫ്രാമൈസെറ്റിൻ സ്ട്രെപ്റ്റോമൈസസ് ലാവെൻറ്റുലയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇനിയുള്ളത് ജെൻറ്റാമിസിൻ ആണ്. അതിൻ്റെ പേരിൽ തന്നെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് മൈക്രോ മോണോസ്പോറ പർപ്യൂറിയ ബാക്ടീരിയയിൽ നിന്നാണ്. അടുത്തത് സിസോമിസിൻ ആണ്. ഇതും മൈക്രോ മോണോസ്പോറ സ്പീഷീസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇനിയുള്ള 2 ഡ്രഗ്സ് ഡെറിവേറ്റീവ്സ് ആണ്. അമിക്കാസിൻ കാണാമൈസിൻ എന്ന നേരത്തെ പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡെറിവേറ്റീവാണ്. ദാറ്റ് മീൻസ് കാണാമൈസിന് ചെറിയ കെമിക്കൽ ചേഞ്ചസ് വരുത്തുമ്പോൾ കിട്ടുന്ന ഫോമാണ് അമിക്കാസിൻ. ഇതേ രീതിയിൽ കിട്ടുന്നതാണ് നെറ്റിൽമിസിനും. സിസോമിസിന് ചെറിയ കെമിക്കൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻറ്റിബയോട്ടിക്കാണ് നെറ്റിൽമിസിൻ. aminoglycosides പേര് കൊടുത്തിരിക്കുന്നത് 2 രീതിയിലാണ്. ചില ഡ്രഗ്സിൻ്റെ അവസാനം, അതായത് സഫിക്സിൽ മൈസിൻ എന്നാണ് കാണാം. ചില ഡ്രഗ്സിൻ്റെ അവസാനം മിസിൻ എന്നാണ് ഉണ്ടാവുക. മൈസിൻ എന്ന് കൊടുത്തിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസിൽ നിന്ന് എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിനാണ്. മിസിൻ എന്ന് വിളിക്കുന്നത് മൈക്രോ മോണോസ്പോറ വിഭാഗത്തിൽ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെയാണ്. 2 എക്സാമ്പിൾ പറയാം. സ്ട്രെപ്റ്റോമൈസിൻ ആണ്. അത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രിസിയസിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ജെൻറ്റാമിസിൻ ആണ്. ജെൻറ്റാമിസിൻ മൈക്രോ മോണോസ്പോറ പർപ്യൂറിയ എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. നെയിമിങ്ങിലെ വ്യത്യാസം സോഴ്സസ് അനുസരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സോഴ്സസിൽ 2-3 എക്സാമ്പിൾ തറവായിട്ട് പഠിച്ചിരിക്കണം. നൗ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് aminoglycosides. aminoglycosides കില്ല് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയയുടെ പ്രത്യേകതകൾ പറയാം. 1, അത് ഗ്രാം നെഗറ്റീവാണ്. 2, എയ്റോബിക് ആണ്. 3, അതൊരു ബാസില്ലയാണ്. എനിവേ, ഇത്തരം ബാക്ടീരിയക്കെതിരെ എങ്ങനെയാണ് aminoglycosides ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. aminoglycosides ബാക്ടീരിയയ്ക്ക് അകത്ത് പ്രവേശിക്കുന്നത് 2 മെത്തേഡ്സിലൂടെയാണ്. ഒന്ന് ത്രൂ പോറിൻ ചാനൽ.
ബാക്ടീരിയൽ സെൽ മെംബ്രെയിനിലുള്ള ചെറിയ പോർസാണ് പോറിൻ ചാനൽസ്. രണ്ടാമത്തെ റൂട്ട് ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഇത് ആൻറ്റിബയോട്ടിക്കിനെ ക്യാരി ചെയ്യുന്ന ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് എനർജി ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഈ രണ്ട് വഴികളിലൂടെ ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയൽ റൈബോസോമിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ടല്ലോ. ഒരു 50S സബ് യൂണിറ്റും ഒരു 30S സബ് യൂണിറ്റും. അതിലെ 30S സബ് യൂണിറ്റുമായിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സ് ബൈൻഡ് ചെയ്യുന്നു. റൈബോസോമിൻ്റെ ജോലി എന്താണെന്ന് അറിയാലോ? mRNAയുടെ റീഡിംഗ് ആണ്. mRNAയിൽ അടങ്ങിയിരിക്കുന്ന കോഡോൺസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കലാണ്. കോഡോൺസ് കൃത്യമായിട്ട് റീഡ് ചെയ്താൽ മാത്രമേ tRNAക്ക് കറസ്പോണ്ടിങ് ആൻറ്റികോഡോണിനെയും ഒരു അമിനോ ആസിഡിനെയും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് വരുന്ന ആൻറ്റികോഡോണും അമിനോ ആസിഡും സ്പെസിഫിക് നേച്ചർ ഉള്ളതാണ്. ആ സ്പെസിഫിസിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ mRNAനെ കൃത്യമായിട്ട് റീഡ് ചെയ്യണം. ഇത് റൈബോസോമാണ് ചെയ്യുന്നത്. പക്ഷേ അമിനോ ആസിഡ് റൈബോസോമിൽ ബൈൻഡ് ചെയ്താൽ പിന്നെ ഈ റീഡിങ് കൃത്യമാവില്ല. ദാറ്റ് മീൻസ് മിസ്റീഡിംഗ് ആണ് നടക്കുക. mRNAയിലുള്ള കോഡോൺസിൽ ന്യൂക്ലിയോടൈഡ്സ് ആണ് എന്നറിയാലോ. 3 ന്യൂക്ലിയോടൈഡ് കൂടുമ്പോഴാണ് ഒരു കോഡോൺ ഉണ്ടാവുക. കോഡോണിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ എന്നീ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉണ്ടാവുക. ഇതിലേതെങ്കിലും 3 എണ്ണം അടുപ്പിച്ച് വെച്ചാൽ ഒരു കോഡോണായി. അപ്പോൾ ഒരു കോഡോണിൻ്റെ പുറത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന റൈബോസോം അതിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അഡിനിനെ കാണുമ്പോൾ റൈബോസോമിന് ചിലപ്പോൾ ഗ്വാനിനായിട്ടാണ് തോന്നുക, അല്ലെങ്കിൽ ഗ്വാനിനെ കാണുമ്പോൾ ചിലപ്പോൾ സൈറ്റോസിനായിട്ടാണ് തോന്നുക, അല്ലെങ്കിൽ സൈറ്റോസിനെ കാണുമ്പോൾ ചിലപ്പോൾ യുറാസിലായിട്ടും യുറാസിലിനെ കാണുമ്പോൾ ചിലപ്പോൾ അഡിനിനായിട്ടൊക്കെ റൈബോസോമിന് തോന്നും. ഇതിനെയാണ് മിസ്റീഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ മിസ്റീഡ് ചെയ്ത് കഴിയുമ്പോൾ കോഡോണിൻ്റെ റീഡിങ് കറക്റ്റ് ആവില്ല. വരുന്ന ആൻറ്റികോഡോണും ഏതെങ്കിലും ആൻറ്റികോഡോൺ ആയിരിക്കും. വരുന്ന അമിനോ ആസിഡും ഏതെങ്കിലും അമിനോ ആസിഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് tRNA കൃത്യമായ ആൻറ്റികോഡോണിനെയും അമിനോ ആസിഡിനെയും കൊണ്ടുവരുന്നില്ല. അങ്ങനെ വരുമ്പോൾ mRNA ട്രാൻസ്ലേഷൻ സ്റ്റോപ്പാവും. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് mRNA ട്രാൻസ്ലേഷൻ. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സാണ് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ ചില ബാക്ടീരിയ അമിനോഗ്ലൈക്കോസൈഡ്സിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അമിനോഗ്ലൈക്കോസൈഡ്സിന് അത്തരം ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാണ് ബാക്ടീരിയയ്ക്ക് ഇത്തരം റെസിസ്റ്റൻ്റ് പവർ കിട്ടുന്നത്? ഒന്നാമത്തെ റീസൺ, ബാക്ടീരിയയ്ക്ക് ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ്സിന് അവയ്ക്കെതിരെ ആക്ട് ചെയ്യാൻ സാധിക്കില്ല. മെക്കാനിസം ഓഫ് ആക്ഷനിൽ പറഞ്ഞിരുന്നു, അമിനോഗ്ലൈക്കോസൈഡ്സ് ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് കടക്കുന്നത് ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയാണ്. അത്തരം ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് എനൈറോബിക് ബാക്ടീരിയ. ഓക്സിജൻ്റെ അഭാവത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഇത്തരം ബാക്ടീരിയയ്ക്കെതിരെ അമിനോഗ്ലൈക്കോസൈഡ്സിന് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത്, അമിനോഗ്ലൈക്കോസൈഡ് ഈസ് എഫക്റ്റീവ് എഗെയിൻസ്റ്റ് എയ്റോബിക് ബാക്ടീരിയ. എയ്റോബിക് ആണെങ്കിൽ മാത്രമേ അമിനോഗ്ലൈക്കോസൈഡിന് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എനൈറോബിക് ആണെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡിന് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. അമിനോഗ്ലൈക്കോസൈഡിനെതിരെ റെസിസ്റ്റൻസ് വരാനുള്ള അടുത്ത കാരണം എൻസൈമിൻ്റെ സിന്തസിസ് ആണ്. ചില ബാക്ടീരിയ അമിനോഗ്ലൈക്കോസൈഡ്സിനെ നശിപ്പിക്കുന്ന എൻസൈംസ് ഉണ്ടാക്കും. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ സ്പെക്ട്രം നോക്കാം. അമിനോഗ്ലൈക്കോസൈഡ്സ് ബാക്ടീരിസിഡൽ ഡ്രഗ്സ് ആണ്. പൊതുവെ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ലൈക്ക് ടെട്രാസൈക്ലിൻ. എന്തുകൊണ്ടാണ് അമിനോഗ്ലൈക്കോസൈഡ് ബാക്ടീരിസിഡൽ ആവുന്നത്?
പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ വഴി ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ഷനാണ് പൊതുവെ ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നു. അമിനോഗ്ലൈക്കോസൈഡിന് ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൂടാതെ അമിനോഗ്ലൈക്കോസൈഡ്സിന് ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് ബാക്ടീരിയൽ സെല്ലിനകത്തുള്ള കണ്ടൻസൊക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ലീക്കിങ് കാരണമാണ് ബാക്ടീരിയൽ സെൽ ഡെത്ത് ഉണ്ടാവുന്നത്. ദാറ്റ്സ് വൈ aminoglycosides are called as bactericidal agents. aminoglycosides എയ്റോബിക് ഗ്രാം നെഗറ്റീവ് ബാസില്ലൈ വിഭാഗത്തിൽ വരുന്ന ബാക്ടീരിയക്കെതിരെയാണ് എഫക്റ്റീവായത്. അത്തരം ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിളാണ് സ്യൂഡോമോണാസ് എയ്റോജിനോസ. അമിനോഗ്ലൈക്കോസൈഡ്സിന് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ആക്ഷൻ വളരെ കുറവാണ്, വളരെ റെയർ ആണെന്ന് പറയാം. ഈ കാരണം കൊണ്ടാണ് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ കൂടെ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരുന്നത്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് പൊതുവെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ എഫക്റ്റീവാണ്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആയ പെനിസിലിൻസ്, സെഫലോസ്പോറിൻസ് ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡ്രഗ് അമിനോഗ്ലൈക്കോസൈഡിൻ്റെ കൂടെ കൊടുത്താലുള്ള ഗുണം ഇതാണ്. അമിനോഗ്ലൈക്കോസൈഡ്സ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിനെതിരെ ആക്ട് ചെയ്യും. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ആക്ട് ചെയ്യും. സോ ഈ കോമ്പിനേഷന് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ട്രീറ്റ് ചെയ്യാൻ പറ്റും. അമിനോഗ്ലൈക്കോസൈഡ് പ്ലസ് സെൽ വോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്ന ഈ കോമ്പിനേഷന് സിനർജസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. രണ്ട് ഡ്രഗ്സ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ആക്ഷൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാവുന്ന ഒരു കണ്ടീഷനാണ് സിനർജിസം. ഇനി ചില മൈക്രോ ഓർഗാനിസംസും അതിനെതിരെ ആക്റ്റീവായ അമിനോഗ്ലൈക്കോസൈഡ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിനും കാണാമൈസിനും എഫക്റ്റീവാണ്. സ്യൂഡോമോണാസ് ബാക്ടീരിയ ആണെങ്കിൽ ജെൻറ്റാമിസിൻ, ടോബ്രാമൈസിൻ, അമിക്കാസിൻ എന്നിവ എഫക്റ്റീവാണ്. പ്രോട്ടിയസ് ആണെങ്കിൽ ജെൻറ്റാമിസിൻ, ടോബ്രാമൈസിൻ, അമിക്കാസിൻ എന്നിവ എഫക്റ്റീവാണ്. ക്ലെപ്സിയെല്ല ആണെങ്കിൽ ജെൻറ്റാമിസിൻ ആണ് ഏറ്റവും നല്ലത്. ഇനി പറയുന്നത് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ആണ്. അതിലൊന്നാമത്തത് അഡ്മിനിസ്ട്രേഷനാണ്. ഓറലി കൊടുത്താൽ അബ്സോർപ്ഷൻ വളരെ വളരെ കുറവുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് അമിനോഗ്ലൈക്കോസൈഡ്സ്. ഓറലി കൊടുക്കുന്ന മുഴുവൻ ഡോസും ഫീസിസ് വഴി പുറത്തേക്ക് എത്തുമെന്നല്ലാതെ അബ്സോർപ്ഷൻ തീരെ നടക്കില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി പാരൻട്രൽ റൂട്ടാണ്. IV, IM തുടങ്ങിയ റൂട്ട്സ് വഴിയാണ് അമിനോഗ്ലൈക്കോസൈഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നിയോമൈസിൻ, ഫ്രാമൈസെറ്റിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്സ് ടോപ്പിക്കൽ റൂട്ടിൽ മാത്രമേ അഡ്മിനിസ്റ്റർ ചെയ്യാറുള്ളൂ. അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ അറിയാം, നിയോമൈസിനും ഫ്രാമൈസെറ്റിനും ടോപ്പിക്കൽ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്. ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ അമിനോഗ്ലൈക്കോസൈഡ്സ് പോകുന്ന പ്രധാനപ്പെട്ട ഏരിയാസ്: 1 റീനൽ കോർട്ടെക്സ്, 2 എൻഡോലിംഫ് ആൻഡ് പെരിലിംഫ്. എൻഡോലിംഫ് ആൻഡ് പെരിലിംഫ് ഇന്നർ ഇയറിലുള്ള ഫ്ലൂയിഡ്സ് ആണ്. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ മെറ്റബോളിസത്തിനെ കുറിച്ച്. മെറ്റബോളിസം നടക്കാത്ത ഒരു വിഭാഗമാണ് അമിനോഗ്ലൈക്കോസൈഡ്സ്. സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് മെറ്റബോളിസം നടക്കാതെ തന്നെ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കിഡ്നിയിലെത്തുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ വഴി യൂറിനിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് പുറത്തേക്കും. നൗ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ്സ്. ഓട്ടോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി രണ്ടും മാർക്ക് ചെയ്യണം. ഇത് രണ്ടുമാണ് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട്സ്.
ഓട്ടോടോക്സിസിറ്റി അഥവാ ഓഡിറ്ററി ഡിസ്ഫങ്ഷൻ. അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാരണം കേൾവിക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം ചെവിയിലെ വെസ്റ്റിബ്യൂൾ അല്ലെങ്കിൽ കോക്ലിയ ഇവിടെ ഉണ്ടാവുന്ന ചില ഡിഫക്ട്സ് ആണ്. അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ മറ്റൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നെഫ്രോടോക്സിസിറ്റി അഥവാ കിഡ്നി ഡിസ്ഫങ്ഷൻ. ഇത് കൂടാതെ അമിനോഗ്ലൈക്കോസൈഡ്സ് ന്യൂറോ മസ്കുലാർ പാരാലിസിസ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് മസിൽ വീക്ക്നെസ് ഉണ്ടാക്കും. റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ മസിൽ വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന ഒരു അമിനോഗ്ലൈക്കോസൈഡാണ് നിയോമൈസിൻ. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്കിൻ ഇൻഫ്ലമേഷൻ. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രഗ്നൻസിയിൽ അമിനോഗ്ലൈക്കോസൈഡ്സ് കൊടുക്കാറില്ല. കാരണം കഴിക്കുന്ന അമിനോഗ്ലൈക്കോസൈഡ് കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും. ഫീറ്റസിൻ്റെ ബോഡിയിൽ എത്തിച്ചേരുന്ന അമിനോഗ്ലൈക്കോസൈഡ് അവർക്ക് ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കും. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, മാർക്ക് ചെയ്യണം. പേഷ്യൻ്റ് മറ്റ് ചില ഡ്രഗ്സ് കഴിക്കുന്നുണ്ടെങ്കിലും അമിനോഗ്ലൈക്കോസൈഡ്സ് കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് മറ്റേതെങ്കിലും ഓട്ടോടോക്സിക് ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള 2 എക്സാമ്പിൾസ് അവിടെ കൊടുത്തിരിക്കുന്നു. ഹൈ സീലിംഗ് ഡയൂററ്റിക്സ്, യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്ന ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ഹൈ സീലിംഗ് ഡയൂററ്റിക്സ്. മിനോസൈക്ലിൻ, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ആണ് ഇത്. ഹൈ സീലിംഗ് ഡയൂററ്റിക്സും മിനോസൈക്ലിനും ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആയതുകൊണ്ട് അവ കഴിക്കുന്നവർക്ക് അമിനോഗ്ലൈക്കോസൈഡ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഇനി മറ്റ് ഏതെങ്കിലും നെഫ്രോടോക്സിക് ഡ്രഗ് കഴിക്കുന്നവർക്കും അമിനോഗ്ലൈക്കോസൈഡ് കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ, സൈക്ലോസ്പോറിൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞവർ കഴിക്കുന്ന ഒരു ഡ്രഗാണ്. വാങ്കോമൈസിൻ, ഇത് സെൽ വോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് രണ്ടും കഴിക്കുന്ന ആൾക്കാർക്ക് കൂടെ അമിനോഗ്ലൈക്കോസൈഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഇനി പറയുന്നത് ചില റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇത്തരം കേസസിൽ അമിനോഗ്ലൈക്കോസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തത് കിഡ്നി ഡാമേജ് ആണ്. കിഡ്നി ഫെയിലർ ഉള്ള പേഷ്യൻ്റ് അമിനോഗ്ലൈക്കോസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മസിൽ റിലാക്സൻസ് കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. പെയിൻഫുൾ മസിൽ സ്പാസംസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ മസിൽ റിലാക്സൻസ് കഴിക്കാറുണ്ട്. ഇത്തരം ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂടെ അമിനോഗ്ലൈക്കോസൈഡ്സ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ്സ് കൊടുക്കുന്നത് ഒരു എൽഡർലി പേഷ്യൻ്റ് ആണെങ്കിലോ അത്തരം കേസിലും ശ്രദ്ധ വേണം. ബിക്കോസ് എൽഡർലി പേഷ്യൻസിന് കിഡ്നി ഫങ്ഷൻ പൊതുവേ കുറവായിരിക്കും. ഡ്രഗിൻ്റെ എലിമിനേഷൻ കുറയുമ്പോൾ ഡ്രഗ് കാരണമുള്ള ടോക്സിക് എഫക്ട്സ് കൂടും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചില അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തത് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. വളരെ പഴക്കമുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണിത്. ആദ്യത്തെ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. ഇത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രിസിയസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ്റെ പ്രശ്നം ആൻറ്റിമൈക്രോബിയൽ സ്പെക്ട്രം വളരെ ചെറുതാണ്. ദാറ്റ് മീൻസ് വളരെ കുറച്ച് ബാക്ടീരിയക്കെതിരെ മാത്രമേ സ്ട്രെപ്റ്റോമൈസിനെ ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ട്രെപ്റ്റോമൈസിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രാമസ്കുലാർ റൂട്ടാണ്. ഇനി സ്ട്രെപ്റ്റോമൈസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്. ട്യൂബർകുലോസിസിൽ സ്ട്രെപ്റ്റോമൈസിൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിലവിൽ സ്ട്രെപ്റ്റോമൈസിൻ്റെ ഉപയോഗം വളരെ കുറച്ചിരിക്കുകയാണ്. കാരണം പേഷ്യൻസിന് എപ്പോഴും IM ഇഞ്ചക്ഷൻസ് എടുക്കുക എന്നത് കംഫർട്ടബിളായ ഒരു കാര്യമല്ല. അതിനുവേണ്ടി എപ്പോഴും ഹോസ്പിറ്റൽ വിസിറ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് സ്ട്രെപ്റ്റോമൈസിന് പകരമുള്ള മറ്റ് ഡ്രഗ്സ്
TBയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്ട്രെപ്റ്റോമൈസിന് സേഫ്റ്റി പൊതുവെ കുറവാണ്. സ്ട്രെപ്റ്റോമൈസിൻ്റെ മറ്റ് യൂസസ് പ്ലേഗ്, ട്യുലാറീമിയ ഒരു അനിമൽ ബോൺ ഡിസീസാണ്. റാബിറ്റ് ഫീവർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. മനുഷ്യരിലേക്കും പടരുന്ന ഒരു അസുഖമാണ്. മറ്റൊരു അസുഖം എൻറ്ററോകോക്കൽ എൻഡോകാർഡൈറ്റിസ്. ഈ ഒരു കണ്ടീഷനിൽ പെനിസിലിൻസിൻ്റെ കൂടെ വേണം സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ. എൻഡോകാർഡൈറ്റിസ് ഈസ് ദ ഇൻഫെക്ഷൻ ഓഫ് ദ ഇന്നർ ലെയർ ഓഫ് ഹാർട്ട്. അടുത്ത അമിനോഗ്ലൈക്കോസൈഡാണ് ജെൻറ്റാമിസിൻ. ഇതിൻ്റെ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രാമസ്കുലാർ, ഒഫ്താൽമിക് ഓർ സ്ലോ IV. സീരിയസ് ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിലാണ് സ്ലോ IVയിലേക്ക് പോകുന്നത്. ജെൻറ്റാമിസിൻ്റെ ഡോസ് ഇങ്ങനെയാണ്. പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിന് 3 to 5 milligram ജെൻറ്റാമിസിൻ കൊടുക്കാം. ഇതൊരു ദിവസത്തെ ഡോസാണ്. പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ച് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡോസ് സിംഗിൾ ഡോസായിട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് ദിവസം ഒരു നേരം ഒറ്റയടിക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്തും കൊടുക്കാം. രാവിലെ, ഉച്ച, രാത്രി എന്ന കണക്കിന് ഈ ഡോസ് ഡിവൈഡ് ചെയ്തും കൊടുക്കാം. ജെൻറ്റാമിസിൻ സേഫ്റ്റി മാർജിൻ കുറവുള്ള ഡ്രഗ് ആയതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള കേസസിൽ മാത്രം ഉപയോഗിക്കുക. ലൈക്ക് സീരിയസ് ഗ്രാം നെഗറ്റീവ് ബാസിലറി ഇൻഫെക്ഷൻസിൽ മാത്രം. ഇനി ജെൻറ്റാമിസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് നോക്കാം. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വളരെ സീരിയസ് ആവുകയാണെങ്കിൽ അത്തരം പേഷ്യൻസിന് ജെൻറ്റാമിസിൻ കൊടുക്കാം. ടോപ്പിക്കലി ജെൻറ്റാമിസിൻ അപ്ലൈ ചെയ്യുന്നത് ബേൺസിലും കൺജക്റ്റിവൈറ്റിസിലുമാണ്. മെനിഞ്ചൈറ്റിസിലും ജെൻറ്റാമിസിൻ കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി മെനിഞ്ചൈറ്റിസ് കോസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ബാസിലൈ. അടുത്തത് SABE ആണ്, സബക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്. ഇത് തന്നെയാണ് സിംപ്ലി എൻഡോകാർഡൈറ്റിസ് എന്നും പറയുന്നത്. ഹാർട്ടിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ആണിത്. ദെൻ കംസ് ഓസ്റ്റിയോമൈലൈറ്റിസ്. ബോൺ ഇൻഫെക്ഷൻസ് ആണ് ഓസ്റ്റിയോമൈലൈറ്റിസ്. മിഡിൽ ഇയർ ഇൻഫെക്ഷൻസിലും അമിനോഗ്ലൈക്കോസൈഡ്സ് കൊടുക്കാറുണ്ട്. ദെൻ സെപ്റ്റിസീമിയ. സീരിയസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആണ് സെപ്റ്റിസീമിയ. കൂടാതെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലും ജെൻറ്റാമിസിൻ എഫക്റ്റീവാണ്. അടുത്ത ഒരു അമിനോഗ്ലൈക്കോസൈഡാണ് അമിക്കാസിൻ. അമിക്കാസിൻ്റെ പ്രത്യേകത ബ്രോഡസ്റ്റ് ആക്ടിവിറ്റി റേഞ്ചുള്ള അമിനോഗ്ലൈക്കോസൈഡാണ്. ദാറ്റ് മീൻസ് അമിക്കാസിന് വളരെ വൈഡ് വെറൈറ്റീസ് ഓഫ് ബാക്ടീരിയക്കെതിരെ ആക്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കാരണം അമിക്കാസിൻ എൻസൈംസ് കാരണം ഡിസ്ട്രോയ് ചെയ്യപ്പെടില്ല. നേരത്തെ പറഞ്ഞിരുന്നു ചില ബാക്ടീരിയ അമിനോഗ്ലൈക്കോസൈഡിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടാക്കുമെന്ന്. അത്തരം എൻസൈംസിന് അമിക്കാസിനെ തൊടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അമിക്കാസിന് ബ്രോഡസ്റ്റ് റേഞ്ച് ഓഫ് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളത്. അമിക്കാസിൻ്റെ പ്രത്യേകത ലാർജ് നമ്പർ ഓഫ് നോസോകാമിയൽ ഗ്രാം നെഗറ്റീവ് ബാസിലറി ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നോസോകാമിയൽ ഇൻഫെക്ഷൻസ് ആർ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ്. അമിക്കാസിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ IV ഓർ IM. അമിക്കാസിൻ്റെ ഡോസ് 500 milligram in 3 equally divided doses. That means 500 milligram-നെ 3 ഡിവൈഡ് ചെയ്ത് ഓരോ ഡോസും 8 hours ഗ്യാപ്പിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം. അമിക്കാസിൻ ഒരു റിസർവ് ഡ്രഗാണ്. ദാറ്റ് മീൻസ് ജെൻറ്റാമിസിൻ അല്ലെങ്കിൽ ടോബ്രാമൈസിൻ ഉപയോഗിച്ചിട്ട് എഫക്റ്റീവ് അല്ലാത്ത ഇൻഫെക്ഷൻസിലാണ് അമിക്കാസിൻ ഉപയോഗിക്കേണ്ടത്. അടുത്ത ഡ്രഗ് നിയോമൈസിൻ ആണ്. ഇതും ഒരു വൈഡ് സ്പെക്ട്രം അമിനോഗ്ലൈക്കോസൈഡാണ്. പലതരം ബാക്ടീരിയക്കെതിരെ ഇതിനെ ആക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അമിക്കാസിനെ പോലെ സിസ്റ്റമിക് യൂസ് പറ്റില്ല. നിയോമൈസിൻ ടോപ്പിക്കലി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ അറിയാം, നിയോമൈസിൻ ഒരു ടോപ്പിക്കൽ അമിനോഗ്ലൈക്കോസൈഡാണ്. അതിനുള്ള കാരണം നിയോമൈസിൻ ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കും.
പ്രധാനമായിട്ടും ചെവിയിലാണ് കേൾവിക്കുറവ് വരാം. പിന്നെ കിഡ്നിയിലാണ് കിഡ്നി ഡിസ്ഫങ്ഷൻ വരാം. നിയോമൈസിൻ പ്രധാനമായിട്ട് ഗ്രാം നെഗറ്റീവ് ബാസിലിക്കെതിരെയാണ് കൊടുക്കുന്നത്. സ്കിന്നിൽ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലാണ് നിയോമൈസിൻ അപ്ലൈ ചെയ്യേണ്ടത്. ഏതൊക്കെയാവാം അത്? ഡെർമറ്റൈറ്റിസ്, അൾസേഴ്സ്, വൂൺസ്, ബേൺസ്, എക്സ്റ്റേണൽ ഇയർ ഇൻഫെക്ഷൻസ്, കൺജക്റ്റിവൈറ്റിസ്. അടുത്തൊരു അമിനോഗ്ലൈക്കോസൈഡാണ് ഫ്രാമൈസെറ്റിൻ. ഇതും ടോപ്പിക്കലി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. ഐ, ഇയർ, സ്കിൻ ഇൻഫെക്ഷൻസിലാണ് ഫ്രാമൈസെറ്റിൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഫ്രാമൈസെറ്റിൻ്റെ ഡ്രോപ്സും ഫ്രാമൈസെറ്റിൻ്റെ ഓയിൻമെൻറ്റ്സും അവൈലബിൾ ആണ്. ഈ ഡ്രഗും നിയോമൈസിനെ പോലെ തന്നെയാണ്. സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ ടോക്സിക് എഫക്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ടോപ്പിക്കലി മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത ഡ്രഗ് ടോബ്രാമൈസിനാണ്. ഇതും സീരിയസ് ഇൻഫെക്ഷൻസിൽ മാത്രമാണ് കൊടുക്കുന്നത്. എസ്പെഷ്യലി ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ സ്യൂഡോമോണാസ് ആൻഡ് പ്രോട്ടിയസ് ബാക്ടീരിയ. ഇതിൻ്റെ യൂസസ് ന്യൂമോണിയ, ഓസ്റ്റിയോമൈലൈറ്റിസ് ആൻഡ് ഒഫ്താൽമിക് ഇൻഫെക്ഷൻസ്. അടുത്ത ഒരു അമിനോഗ്ലൈക്കോസൈഡാണ് കാനാമൈസിൻ. ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് ടി ബിയിലാണ്. എല്ലാ ടി ബിയിലും അല്ല, മറ്റ് ഡ്രഗ്സിനോട് റെസിസ്റ്റൻ്റ് ആയ ടി ബിയിൽ അഥവാ ട്യൂബർകുലോസിസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു എഫക്റ്റീവായ ഡ്രഗാണ് കാനാമൈസിൻ. ഇതൊരു സെക്കൻഡ് ലൈൻ ഡ്രഗാണ്. മറ്റ് ഡ്രഗ്സ് എഫക്റ്റീവ് അല്ലാതെ വരുമ്പോൾ ചൂസ് ചെയ്യേണ്ട ഒരു സെക്കൻഡ് ലൈൻ ഡ്രഗാണ് കാനാമൈസിൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. അതിലൊന്നാമത്തെ ഹെഡിങ് അസസ്മെൻറ്റ് ആൻഡ് ഡ്രഗ് എഫക്റ്റ്. എപ്പോഴും പറയാറുള്ളത് പോലെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിൾ, യൂറിൻ സാമ്പിൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്പെസിമെൻ എടുത്തിട്ട് കൾച്ചർ ചെയ്യുക. കൾച്ചർ ചെയ്ത ബാക്ടീരിയ ഏത് ആൻറ്റിബയോട്ടിക്കിനെതിരെയാണ് സെൻസിറ്റീവ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തു നിൽക്കണം എന്നില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി റിസൾട്ട് വരുമ്പോൾ ഏത് ആൻറ്റിബയോട്ടിക്കാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് മനസ്സിലാവും. അപ്പം മുതൽ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതാണ്. അമിനോഗ്ലൈക്കോസൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് ഓഡിറ്ററി ഡിസ്ഫങ്ഷൻ. ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് 8th ക്രാനിയൽ നെർവിൻ്റെ ഫങ്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഓഡിയോമെട്രി. ഈ പ്രൊസീജിയർ വഴി കേൾവിക്കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. കേൾവിക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇനി ചെവിയിലുള്ള ഡ്രഗിൻ്റെ ടോക്സിക് എഫക്റ്റ് കാരണം വെസ്റ്റിബുലാർ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ലൈക്ക് വേർട്ടിഗോ, എ ഫീലിംഗ് ഓഫ് ഇംബാലൻസ് ആണ്, തലകറക്കം പോലെ അനുഭവപ്പെടുന്ന കണ്ടീഷനാണ്. അറ്റാക്സിയ, ലോസ് ഓഫ് കോർഡിനേഷൻ ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. കൂടാതെ നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവും. ഇത്തരം വെസ്റ്റിബുലാർ ഡിസ്ഫങ്ഷൻ്റെ സൈൻസ് ഉണ്ടോ എന്ന് കൂടി മോണിറ്റർ ചെയ്യണം. അത്തരം കേസിലും അമിനോഗ്ലൈക്കോസൈഡ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ടിനിറ്റസ്, ദാറ്റ് മീൻസ് ചെവിയിലുണ്ടാവുന്ന മൂളിച്ച അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് എന്നിവ ഉണ്ടായാലും അമിനോഗ്ലൈക്കോസൈഡ്സ് സ്റ്റോപ്പ് ചെയ്യണം. അമിനോഗ്ലൈക്കോസൈഡ്സ് എടുക്കുമ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റേഷ്യോ മോണിറ്റർ ചെയ്യണം. ഇത് റീനൽ ഫങ്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അമിനോഗ്ലൈക്കോസൈഡ്സ് നെഫ്രോടോക്സിക് ആണെന്ന് അറിയാലോ. അതുകൊണ്ട് റീനൽ ഫങ്ഷൻ മോണിറ്റർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അമിനോഗ്ലൈക്കോസൈഡ്സ് എടുക്കുമ്പോൾ ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ റീനൽ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലാബ് ടെസ്റ്റുകളാണ്. റീനൽ ഫങ്ഷൻ ബൈ യൂറിൻ അനാലിസിസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ, BUN അഥവാ ബ്ലഡ് യൂറിയ നൈട്രജൻ, ക്രിയാറ്റിനിൻ ലെവൽ. ഇത് അമിനോഗ്ലൈക്കോസൈഡ്സ് തുടങ്ങുന്നതിന് മുമ്പും ചെയ്യാം, അതിന് ശേഷം പീരിയോഡിക്കലിയും ചെയ്യണം. അമിനോഗ്ലൈക്കോസൈഡ്സ് അഡ്വേഴ്സ് എഫക്ട്സ് കൂടുതലുള്ള ഡ്രഗ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓവർഡോസ്
അല്ലെങ്കിൽ ടോക്സിസിറ്റി വരാതെ നോക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് അമിനോഗ്ലൈക്കോസൈഡിൻ്റെ ബ്ലഡ് ലെവൽ നോക്കേണ്ടത്. പീരിയോഡിക്കലി അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനിയുള്ളത് ഇംപ്ലിമെൻറ്റേഷൻ പോയിൻ്റാണ്. പേഷ്യൻറ്റിന് നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം. പെർ ഡേ 1500 to 2000 milliliter വെള്ളമെങ്കിലും പേഷ്യൻ്റ് കുടിച്ചിരിക്കണം. ബിക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഡ്രഗാണിത്. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്ന ആൻറ്റിബയോട്ടിക്സ് ഒന്നും മറ്റ് ഡ്രഗ്സിൻ്റെ കൂടെ ഒരേ സിറിഞ്ചിൽ അല്ലെങ്കിൽ ഒരേ ഇൻഫ്യൂഷൻ ബോട്ടിലിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇത് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ഡിയാക്ടിവേഷന് കാരണമാവും. അതുകൊണ്ട് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ ആക്ഷൻ ഇല്ലാതെ വരും. ഇനിയുള്ളത് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി ടീച്ചിങ് പോയിൻറ്റ്സ് ആണ്. അലർജിയുടെ എന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറയണം. കൂടാതെ അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാൻ പറയണം. എസ്പെഷ്യലി ടിനിറ്റസ് അഥവാ ചെവിയിൽ ഉണ്ടാവുന്ന മൂളിച്ച, വേർട്ടിഗോ അഥവാ ഫീലിംഗ് ഓഫ് ഇംബാലൻസ്, ഹിയറിംഗ് ലോസ്, റാഷസ്, ഡിസിനസ് ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. പേഷ്യൻറ്റിനോട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാം. ഇനി ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്ന പേഷ്യൻറ്റിന് അതിൻ്റെ മെത്തേഡ് പറഞ്ഞു കൊടുക്കുക. ലൈക്ക് സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പാറ്റ് ഡ്രൈ ചെയ്യാൻ പറയാം. സ്കിന്നിൻ്റെ പുറത്ത് അനാവശ്യമായ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കാതെ ഡ്രൈ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാറ്റ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തട്ടി ഡ്രൈ ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ ഡ്രൈ ചെയ്യുന്നതിന് ശേഷം ഓയിൻമെൻറ്റിൻ്റെ ഒരു തിൻ ഫിലിം ഇൻഫെക്ഷൻ വന്ന ഏരിയയുടെ പുറത്ത് അപ്ലൈ ചെയ്യണം. ഇനി പ്രഗ്നൻസിയിൽ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണല്ലോ. അമിനോഗ്ലൈക്കോസൈഡ്സ് കഴിക്കുന്ന പേഷ്യൻറ്റിനോട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അത് സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കാൻ പറയണം. ബ്രസ്റ്റ് ഫീഡിംഗ് ലേഡിയോട് അക്കാര്യവും ഡോക്ടറെ അറിയിക്കാൻ പറയണം. That's all about aminoglycosides.